അത് വിഷമദ്യ ദുരന്തം എന്ന് പറഞ്ഞ് വന്നതാ. ഒരു ബിവറേജ് കോർപ്പറേറ്റിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു എന്നാണ്, 2 പേര് മരിച്ചു എന്നാണ് ഹിസ്റ്ററി. അങ്ങനെ പോലീസിന്റെ ഫൈൻഡിങ് അങ്ങനെയാണ്. പോലീസിന്റെ ഒബ്സർവേഷനും പത്രത്തിലൊക്കെ അന്ന് വന്നത്, ന്യൂസ് ഫ്ലാഷ് ചെയ്തെല്ലാം വിഷമദ്യമാണ്, ബിവറേജിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആൽക്കഹോളിന്റെ സ്മെല്ലുണ്ട്, കൂട്ടത്തിലൊരു ഇൻസെക്ടിസൈഡ്, ഈ ഓർഗാനോഫോസ്ഫറസ്, എക്കാലക്സ്, മോണോക്രോട്ടോഫോസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്മെല്ലുണ്ട്. ഈ അരോമാറ്റിക് സ്മെല്ലെന്ന് പറയും. ഈ മണ്ണെണ്ണയുടെ പോലെ ഒരു സ്മെല്ലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ സ്മെല്ലും കൂടെ കിട്ടി. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ബിവറേജിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു, കുറച്ച് കുടിച്ചു, എന്നിട്ട് അവിടെ വെച്ചു, പുറത്തു പോയി തിരിച്ചു വന്നു, ഒരു ഫ്രണ്ടിനെയും കൂട്ടി തിരിച്ചു വന്നു. പിന്നെ കുടിച്ചപ്പോഴാണ് ഇത് വന്നത്. ആ സമയത്ത് ഇയാളുടെ വൈഫ്, ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ, മദ്യപാനം കഴിഞ്ഞുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിനകത്തോട്ട് ഈ വിഷം ഇട്ട് വെച്ചു. 2 പേരും കുടിച്ചു. അങ്ങനെയാണ് മരിച്ചത്. അല്ലാതെ അവർക്ക് 2 പേരെയും കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. ഹസ്ബൻഡിന്റെ മാത്രം കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ 2 പേരും മരിച്ചു. അത് മൊത്തത്തിലൊരു സെൻസേഷൻ ആയത് വിഷമദ്യ ദുരന്തമാണെന്ന് പറഞ്ഞു. ഡീകമ്പോസിഷനിൽ എപ്പോഴും നമുക്കിങ്ങനെ ഇഞ്ചുറീസ് അറിയാൻ പറ്റാത്ത സാഹചര്യം വരും. ഇപ്പം സ്മോത്തറിങ് എന്ന് പറഞ്ഞു, മൂക്കും വായും അടച്ച് പിടിച്ച്